ഒരു ബോർഡ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ലൊക്കേഷൻ മനസ്സിലായി കാണല്ലേ. നമ്മൾ സാമ്പ്രാണിക്കൊടിയിലാണ് കേട്ടോ ഇന്ന് എത്തിയിരിക്കുന്നത്. കസിൻസ് ഒക്കെ ആയിട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടി വന്ന ഒരു യാത്രയാണ് സാമ്പ്രാണിക്കൊടി. നമ്മൾ അതിരാവിലെ എത്തിയോണ്ട് തന്നെ നമുക്ക് ആദ്യത്തെ ബോട്ട് കിട്ടി കേട്ടോ. പെർ ഹെഡ് 150 റുപ്പീസ് ആണ് ഇവര് ചാർജ് ആക്കുന്നത്. ആ ഒരു സമയത്ത് എത്തിക്കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അധികം വെയിലൊന്നും തട്ടാണ്ട് തന്നെ ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് കേട്ടോ നമ്മൾ ഫോട്ടോസിലും റീൽസിലും ഒക്കെ കാണുന്ന സാമ്പ്രാണിക്കൊടി ഐലൻഡ്. നമ്മളെ ബോട്ടിൽ കൊണ്ട് ഇവർ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇറക്കും. അവിടുന്ന് നമ്മൾ ഇറങ്ങി വെള്ളത്തിലേക്ക് പോവാണ് കേട്ടോ. ഒരുപാട് വാസ്റ്റ് ഏരിയ ഉള്ള ഒരു സ്ഥലമായതുകൊണ്ട് നമുക്ക് പല പല സ്ഥലങ്ങളിൽ നിന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. കുട്ടികൾക്കാണെങ്കിൽ ഇതാ നടക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വെള്ളം. നമുക്ക് സേഫ് ആയിട്ട് ഇറക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അവരുടെ മാക്സിമം ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റും. ഇത്രയും വലിയ അഷ്ടമുടി കായലിൽ നടുക്കാണ് നിൽക്കുന്ന ഒരു ഫീലേ നമുക്ക് ഒരിക്കലും വന്നിട്ടില്ല കേട്ടോ. കാരണം നമുക്ക് അത്രയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ പ്ലേസ് ആയിരുന്നു കേട്ടോ ഇത്. ഇവിടെ എത്തിയപ്പോഴാണ് നമ്മളെ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയ ആ ചേച്ചിയെ പരിചയപ്പെട്ടത് കേട്ടോ. ചേച്ചിയുടെ ഈ വഞ്ചി കുഞ്ഞിനാണെങ്കിലും ഇതിലുള്ള ഐറ്റംസ് ഒരുപാടാണ്. കപ്പയും മീൻകറിയും സംഭാരവും കുലുക്കി സർബത്തും പിന്നെ ഒരുപാടധികം ഉപ്പിലിട്ട ഐറ്റംസ് നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഞങ്ങളൊരു കുലുക്കി സർബത്താണ് ആദ്യം ട്രൈ ചെയ്തത്. പച്ചമാങ്ങയും പാഷൻ ഫ്രൂട്ടും ഇട്ട നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഐറ്റം ആയിരുന്നു കേട്ടോ. പിന്നെ ഉപ്പിലിട്ടതും നമ്മൾ ട്രൈ ചെയ്തു. അതേപോലെ കൊച്ചു വഞ്ചിയിൽ വരുന്ന ഒരുപാട് കടകളുണ്ട് കേട്ടോ ഇതിന് ചുറ്റുമായിട്ട്. കുറച്ചു നേരം കൂടെ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോസ് റീൽസും ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ തിരിച്ച് യാത്ര അഷ്ടമുടി കായലിലേക്കാണ്. സോ അവിടുത്തെ വിശേഷങ്ങൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാനാണ്. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഫോളോ us for more.